ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അനവധി ആവശ്യങ്ങൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവയൊക്കെയും കടന്നു വരാറുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യകമാകുന്ന നിലയിൽ നമ്മുടെ കഴിവുകൊണ്ട് ഇതൊക്കെയും സോൾവ് ചെയ്ത് നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രിയപ്പെട്ടവരോട് നമ്മുടെ വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത നിരവധി പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ, പ്രതിസന്ധികൾ, അത് ശാരീരികമാകട്ടെ, ഭൗതികമാകട്ടെ, ആത്മീകമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുടുംബത്തോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ജോലി സംബന്ധിച്ചുള്ളതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത പല വിഷയങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ട്. ആമേൻ. എന്നാൽ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എൻ്റെ ഈ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളത്? ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ്റെ ഒരു വാക്ക് ജീവിതത്തെ മാറ്റിമറിക്കും. മരിച്ച് നാറ്റം വെച്ച ലാസറിനെ കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു. ഒഴിഞ്ഞ പത്രോസിന്റെ പടക് നിറയ്ക്കുവാൻ പത്രോസിന് ഒരു അനുസരണം മതിയായിരുന്നു. ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക, നാളുകളായി നാം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ കിടക്കുന്ന വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല? നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നാളുകളായി ഞാൻ പ്രവർത്തിക്കുന്നു, അനേകർ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല? വ്യക്തമായി മനസ്സിലാക്കുക, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ഒരു സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമീകരണം ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നിങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്ന രഹസ്യ പാപങ്ങൾ, നിങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്ന ദൈവഹിതമല്ലാത്ത അനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലേ മതിയാകത്തുള്ളൂ എന്നുള്ളത് ഒരുപക്ഷെങ്കിൽ ദൈവം കണ്ടു കാണുമായിരിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, സമർപ്പിക്കുവാൻ നിങ്ങൾക്കിടയാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വിളിച്ചു വരുത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആമേൻ. നിങ്ങളുടെ ഒരു സമർപ്പണം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. നിങ്ങൾ പിടിമുറുക്കിയിരിക്കുന്ന പാപ സ്വഭാവങ്ങളോട് ഗുഡ് ബൈ പറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയാകും. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയാകും. അതെ, നിങ്ങളുടെ ഒരു തീരുമാനം,
നിങ്ങളുടെ ഒരു സമർപ്പണം, നിങ്ങളുടെ ഒരു ക്രമീകരണം, നിങ്ങളുടെ ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. അത് എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുവോ ആ നിമിഷം അസാധാരണമാകുന്ന വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാകും എന്നുള്ളത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ആമേൻ. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ, 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ജീവിതത്തെ സമർപ്പിക്കുവാൻ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ, ക്രമീകരണം പ്രാപിക്കേണ്ട മണ്ഡലങ്ങൾ ക്രമീകരണം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം. ശക്തമായ ദൈവിക വിടുതൽ, ദൈവികമായ ഇടപെടൽ നിങ്ങളുടെ വിഷയത്തിന് മേലെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയാകും. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ അപ്രകാരമുള്ള ഒരു ചേഞ്ചസ്, അപ്രകാരമുള്ള ഒരു കാര്യം ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അതിനോടുള്ള ബന്ധത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ. ഒരു പക്ഷെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഉള്ള ബന്ധത്തിലായിരിക്കും, അല്ലെങ്കിൽ തലമുറകളോടുള്ള ബന്ധത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടുള്ള വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ ശാരീരികമാവുന്ന അസ്വസ്ഥതകളായിരിക്കും, അല്ലെങ്കിൽ മാനസികമാവുന്ന അസ്വസ്ഥതകളായിരിക്കും. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, രാത്രിയും പകലും ഒരുപോലെ, ആമേൻ, നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളുടെ സ്വസ്ഥത, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്ന വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുവാനും നിങ്ങൾക്കിടയാകുന്നുവെങ്കിൽ വലിയൊരു ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയും. വലിയൊരു ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയും. ആമേൻ. ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറയുവാൻ തയ്യാറാകണം. ജീവിതത്തിൽ ക്രമീകരണം പ്രാപിക്കേണ്ട മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് ക്രമീകരണം പ്രാപിക്കുവാൻ തയ്യാറാകണം. ഹൃദയ നുറക്കത്തോടുകൂടി ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു ചെന്നേ. 34-ാം സങ്കീർത്തനം, ആമേൻ, അതിൻ്റെ 34-ാം സങ്കീർത്തനത്തിൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ, സമർപ്പിക്കുവാൻ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ, ക്രമീകരണം പ്രാപിക്കേണ്ട മണ്ഡലങ്ങളിൽ ക്രമീകരണം പ്രാപിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അസാധാരണമാകുന്ന ദൈവിക വിടുതൽ ജീവിതത്തിൽ അനുഭവിച്ചറിയും. നിങ്ങളുടെ ആയുസ് മുഴുവൻ ഞെരുങ്ങി 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 ജീവിക്കുവാനുള്ള ഒരു ആയുസ്സല്ല, ഒരു ജീവിതമല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ദൈവഹിതമല്ലാത്ത അനുഭവങ്ങളോട് ഗുഡ് ബൈ പറയുവാൻ ഇടയാകണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന അനുഭവങ്ങളിലേക്ക്, ആമേൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തിച്ചേരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മളിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുവാൻ ശ്രമിക്കരുത്. ദൈവം ആരെന്നറിഞ്ഞിട്ടും, ആമേൻ, ആമേൻ, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നറിഞ്ഞിട്ടും അകന്ന് ജീവിക്കുവാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കോ ആർക്കും ഗ്രഹിക്കുവാൻ സാധിക്കാത്ത വലിയൊരു പ്ലാൻ ദൈവം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആമേൻ. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലായിത്തീരുവാൻ, ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു.